ഹായ്. വളരെ കാലമായിട്ട് പല ചികിത്സകൾ എടുത്തിട്ടും മാറാത്ത ഒരു മുട്ടുവേദന, ആസ് ഇൻ എൽബോ ജോയിൻറ്റിലൊരു വേദന. യൂഷ്വലി പ്രസൻറ്റ് ചെയ്യുന്നത് ഒ പിയിൽ സ്ത്രീകളോ അല്ലെങ്കിൽ ഹെവി വർക്ക് ചെയ്യുന്ന ആൾക്കാരോ ഒക്കെ ആയിരിക്കും. ഇതിന് ടെന്നീസ് എൽബോ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ടെക്നിക്കൽ ടേമിൽ ലാറ്ററൽ എപ്പിക്കോണ്ടൈലൈറ്റിസ്. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജോയിൻറ്റിൽ നിന്നാണ് ഈ കൈയിലേക്കുള്ള എക്സ്റ്റൻഷനിലുള്ള ലിഗമെൻറ്റ്സ് വരുന്നത്. അതിൻ്റെ അറ്റാച്ച്മെൻറ്റാണ് ഇവിടെ. അവിടെ നീര് കെട്ടുന്നതോ അല്ലെങ്കിൽ സ്ട്രെയിൻ കൂടുമ്പോൾ വരുന്ന ഒരു ഇൻഫ്ലമേഷൻ കാരണം ഉണ്ടാകുന്നതാണ് ഈ കണ്ടീഷൻ. ഇതൊരു അസുഖമല്ല, ഇതൊരു കണ്ടീഷനാണ്. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിയായ ട്വിസ്റ്റിംഗ് ആക്ഷൻസ് അല്ലെങ്കിൽ സ്ട്രെയിനുള്ള വർക്കൗട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുക. അല്ലെങ്കിൽ ടെന്നീസ് എൽബോ ആ പേരിൽ തന്നെ ഉണ്ട്. അത്ലീറ്റ്സ്, ബാറ്റ് വെച്ച് കളിക്കുന്ന ക്രിക്കറ്റേഴ്സ് അല്ലെങ്കിൽ ടെന്നീസ് പ്ലെയേഴ്സ് ഹൂ യൂസസ് ബാക്ക് സ്ട്രോക്ക് അടിക്കുന്ന ആൾക്കാർ, ഇവരിലെല്ലാം വരുന്നൊരു ഇഞ്ചുറിയാണ്. സ്ട്രെയിൻ കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഫോഴ്സ് കൂടുന്നതനുസരിച്ച് ഇവിടെ സ്ട്രെയിൻ വരും, അപ്പോൾ ഉണ്ടാകുന്നൊരു ഇഞ്ചുറി. വീട്ടമ്മമാരിലും ഇത് കാണാറുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം? മിക്കവാറും അവർ പിഴിയുന്ന ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ട്വിസ്റ്റിംഗ് ആക്ഷൻസോ, അതേപോലെ തന്നെ മെക്കാനിക്സ്, സ്ക്രൂ ഡ്രൈവേഴ്സ് യൂസ് ചെയ്യുന്നു, സ്പാനേഴ്സ് യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ അത്ലീറ്റ്സ്, സച്ചിൻ ടെണ്ടുൽക്കറിന് ഈ ടെന്നീസ് എൽബോ 2004-2008 കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് ഈ ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് എ സെൽഫ് ലിമിറ്റിംഗ് ഡിസീസ്. വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും, ഭയങ്കര പെയിൻ ഉണ്ടാവും, ഭയങ്കരമായിട്ട് ഡെബിലിറ്റേറ്റഡ് ആയി തോന്നും. പല മരുന്നുകൾ കഴിക്കുമ്പോഴും കുറയും, പിന്നെയും തിരിച്ചു വരും. സോ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് സെൽഫ് ലിമിറ്റിംഗ് ആയതുകൊണ്ട് തന്നെ അത് കുറഞ്ഞോളും, പക്ഷേ അതിന് സമാധാനം കൊടുക്കും. ആ പാർട്ട് എപ്പോൾ സ്ട്രെസ്ഡ് ആവുന്നോ ആ സമയത്ത് അതിന് കുറച്ച് റെസ്റ്റ് കൊടുക്കുക, കുറച്ചൊരു ജോലികൾ ഒന്ന് തയക്കം വരുത്തുക അല്ലെങ്കിൽ കുറയ്ക്കുക, ഐസ് പാക്സ് കൊടുക്കുക, പെയിൻ മെഡിക്കേഷൻസ് എടുക്കുക. എപ്പോൾ അത് കുറയുന്നോ, എപ്പോൾ ആ കണ്ടീഷൻ, ആ ഫ്ലെയർ അപ്പ്, ആ പെർട്ടിക്കുലർ കണ്ടീഷൻ കുറയുന്നോ, ആ എപ്പിസോഡ് കുറയുന്നോ, അപ്പോൾ നമ്മൾ തിരിച്ചതിനെ ടോണിങ് എക്സസൈസിലൂടെ ആ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യും. പിന്നെ റെഗുലർ ആക്ടിവിറ്റീസിലേക്ക് പോകുക. ഇതൊരിക്കലും പിന്നെ വരില്ല എന്നുള്ളതല്ല, അത് ഇനിയും വരും. പക്ഷേ വരുന്ന സമയങ്ങളിലെല്ലാം അതിന് റെസ്റ്റ് കൊടുത്ത് ഒന്നും കൂടി ടോണിങ് എക്സസൈസ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന എന്ത് ആക്ടിവിറ്റിയാണോ അതിനെ മോഡിഫൈ ചെയ്യുക, അതിൻ്റെ ടെക്നീക്ക് മാറ്റുക. കളിയാണെങ്കിൽ കളിയുടെ ടെക്നീക്ക് മാറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുക. അല്ല, വീട്ടുജോലികളാണെങ്കിൽ അതിൻ്റെ സ്വഭാവം മാറ്റുക, അതിൻ്റെ രീതി മാറ്റുക. ഇത് വരാനുള്ള കാരണങ്ങൾ നോക്കി മനസ്സിലാക്കി അതിനെ മാറ്റിയെടുക്കുക. എന്നിട്ട് ഫിസിയോതെറാപ്പിയും ഇതും വെച്ച് അതിനെ റെഗുലേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അഥവാ ഇതെല്ലാം കഴിഞ്ഞിട്ടും ഒരു അറ്റ് എ പോയിൻറ്റ് അതിന് കുറയുന്നില്ല, ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ അവിടെ റെഗുലറായി അവിടെ കൊടുക്കാൻ പറ്റുന്ന ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ചെറിയ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്ത് അവിടെ നിന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് മാറ്റിയെടുക്കാൻ പറ്റും. താങ്ക് യു.